മകരക്കൂറിൽ ജനിച്ച നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് ഒരു യാദൃച്ഛികതയല്ല. ഇത് ബ്രഹ്മാണ്ഡം നിങ്ങൾക്കായി ഒരുക്കിയ ഒരു സന്ദേശമാണ്. ഈ നിമിഷം, ഈ ദിവസം, ഈ നക്ഷത്രസ്ഥിതി, ഇതെല്ലാം ഒരുമിച്ചു വരുന്നത് നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ സത്യം എന്താണെന്ന് നിങ്ങൾ ഒരുപക്ഷേ ഇതുവരെ അറിഞ്ഞിട്ടേ ഉണ്ടാകില്ല. മകരം രാശിക്കാരെ, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു, എത്ര ഉറക്കമൊഴിഞ്ഞ രാത്രികൾ, എത്ര കണ്ണീരിൽ കുതിർന്ന പ്രഭാതങ്ങൾ. മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടി. ആരും കാണാതെ, ആരും അംഗീകരിക്കാതെ ആ കഠിനാധ്വാനം നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ആ ക്ഷമയ്ക്ക്, ആ ത്യാഗത്തിന്, ആ നിശബ്ദമായ കഠിനപ്രയത്നത്തിന് ഇന്ന് ഫലം കിട്ടാൻ പോകുന്നു. ഇന്ന് നിങ്ങളുടെ ദിനമാണ്. ഇന്ന് ആകാശം നിങ്ങൾക്കൊപ്പമാണ്. ശനിദേവൻ, ഗുരു, രാഹു, ഈ 3 ഗ്രഹങ്ങളും ഇന്ന് ഒരു പ്രത്യേക ഊർജ്ജം സൃഷ്ടിക്കുന്നു. ആ ഊർജ്ജം നേരിട്ട് ചൊരിയുന്നത് മകരം രാശിയിലേക്കാണ്. ഇത് ഒരു ചെറിയ മാറ്റമല്ല. ഇത് ജീവിതത്തെ തന്നെ മറ്റൊരു ദിശയിലേക്ക് തിരിക്കുന്ന ഒരു ദൈവിക ഇടപെടലാണ്. ആ ഇടപെടലിന്റെ ആഴവും പരപ്പും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായും തുറന്നു പറയാൻ പോകുന്നു. ഒരൊറ്റ വാക്ക് പോലും ഒഴിവാക്കാതെ, ഒരൊറ്റ സത്യം പോലും മറച്ചുവെക്കാതെ. ഈ ദിനം നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങൾ മുതൽ അർഹിച്ചതാണ്. ആ അർഹത ഇന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഗ്രഹങ്ങൾ സ്ഥാനം തെറ്റുന്നില്ല, ദൈവഹിതം പിഴക്കുന്നില്ല. ഇന്ന് മകരക്കൂറുകാർക്ക് ഒരു വലിയ ജ്യോതിഷ സത്യം വെളിപ്പെടാൻ പോകുന്നു. ഒരു കൊടുങ്കാറ്റ് കടന്നുപോകുന്ന ശേഷം ആകാശം തെളിഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതവും ഇന്ന് ഒരു പുതിയ ഭൂമിയിൽ ചുവടുവയ്ക്കാൻ തയ്യാറാകുകയാണ്. ഇപ്പോൾ ഒരു നിമിഷം ഒന്നു നിർത്തൂ. നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേര്, നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ, ശിവനോ, വിഷ്ണുവോ, അമ്മദൈവമോ, ദേവിയോ, ആ തിരുനാമം ഇപ്പോൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. ആ ഒരൊറ്റ പ്രവൃത്തി, ആ ഒരൊറ്റ ഭക്തിയുടെ ആവിഷ്കാരം ഇന്ന് നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾ ലഘൂകരിക്കാൻ ശക്തിയേകും. ഭക്തി ഒരിക്കലും നിഷ്ഫലമാകില്ല. ഈ ഒരു സത്യം ഞാൻ ഉറപ്പുപറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഒന്ന് കാണിക്കൂ. ഒരു ഹൃദയം, ആ ഒരൊറ്റ ആംഗ്യം ഈ ജ്ഞാനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ ആൾ മകരക്കൂറുകാരനോ കൂറുകാരിയോ ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. അവർക്ക് ഈ ദൈവിക സന്ദേശം അറിയേണ്ടതുണ്ട്. ഒരു ഷെയർ ചിലപ്പോൾ ഒരു ജീവിതം മാറ്റിമറിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജന്മകുണ്ഡലിയിൽ ഏതൊക്കെ ഗ്രഹദോഷങ്ങളാണ് ഉള്ളത്? ഈ ദശ നിങ്ങൾക്ക് ശരിക്കും അനുകൂലമാണോ? വിവാഹ ചിന്ത ഉള്ളവർക്ക് ആ ചേർച്ച ശരിക്കും ശരിയാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടവർക്ക് ജ്യോതിഷ ആചാര്യൻ ജന്മകുണ്ഡലി വിശകലനം നടത്തി ഉത്തരം നൽകും. ജാതക ദോഷ പരിഹാരം, വിവാഹ ജാതക ചേർച്ച, ഇതെല്ലാം ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും ശ്രദ്ധയോടെ ഇതു നൽകും. കൂടുതൽ വിവരങ്ങൾ കമന്റ് ബോക്സിൽ കാണാം. ദൈവം നൽകുന്ന ഓരോ സൂചനയും നിങ്ങൾ കണ്ടെത്തണം. ആ കണ്ടെത്തലിൽ ഞങ്ങൾ ഒപ്പമുണ്ടാകും. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ ആ ആഴത്തിലേക്ക് ഇറങ്ങാം. ആ ഊർജ്ജം മകരം രാശിയെ ഇന്ന് ഏതു രീതിയിൽ സ്പർശിക്കുന്നു എന്ന് ഒന്നൊന്നായി മനസ്സിലാക്കാം. ആദ്യം ഗുരുവിനെക്കുറിച്ച് പറയാം. ഗുരു, ബൃഹസ്പതി, ഈ ഗ്രഹം ജ്ഞാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, ദൈവിക അനുഗ്രഹത്തിന്റെ കാരകനാണ്. മകരം രാശിക്ക് ഇന്ന് ഗുരു ഒരു പ്രത്യേക ദൃഷ്ടി ചൊരിയുകയാണ്. ആ ദൃഷ്ടി ഒരു ഉണർവു പോലെയാണ്. ഉറക്കം തൂങ്ങിക്കിടന്ന ഒരു ജീവിതത്തെ പൊടുന്നനെ ഉണർത്തുന്ന ഒരു ദൈവിക ആഹ്വാനം. ഈ ഗുരുദൃഷ്ടി ഒരു അപൂർവ ഭാഗ്യമാണ്. ബൃഹസ്പതി ഒരു രാശിയെ ഈ രീതിയിൽ അനുഗ്രഹിക്കുന്നത് ദശകങ്ങളിൽ ഒരിക്കൽ മാത്രമുള്ള കാര്യമാണ്. ഈ ഗുരുവിന്റെ ഊർജ്ജം ഇന്ന് മകരക്കൂറുകാരുടെ ആരോഗ്യഭാവത്തിൽ, ധനഭാവത്തിൽ, ബന്ധുഭാവത്തിൽ, ഇങ്ങനെ ഒന്നിലധികം ഭാവങ്ങളിൽ ഒരേ സമയം ക്രിയാത്മകമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. ചിലർക്ക് ഇത് ഒരു നല്ല വാർത്തയായി വരും. ചിലർക്ക് ഒരു അനുകൂലമായ കൂടിക്കാഴ്ചയായി വരും. ചിലർക്ക് കാലങ്ങളായി കാത്തിരുന്ന ഒരു തീരുമാനം, ഒരു ഹ്രസ്വചലനം, ഒരൊറ്റ ദിവസം കൊണ്ട് ഫലം കാണും. ഗുരു ഒരിക്കൽ ദൃഷ്ടി നൽകിയാൽ ആ ഫലം ദ്രുതഗതിയിൽ ഭൂമിയിൽ പ്രകടമാകും. ഇന്ന് ആ ദൃഷ്ടിയുടെ ഏറ്റവും ഉച്ചസ്ഥായിയിലാണ് മകരം. ഗുരു മാത്രമല്ല, ശനിദേവൻ കൂടി ഇന്ന് ഈ ചിത്രത്തിന്റെ ഭാഗമാണ്. ശനി കഠിനാധ്വാനത്തിന്റെ ദേവൻ, ന്യായത്തിന്റെ ദൈവം, കർമ്മഫലത്തിന്റെ കാരകൻ. ശനിദേവൻ ഒരിക്കലും ഒരു ആൾക്കും ഒഴിവാക്കിക്കൊടുക്കില്ല. ആർ കഠിനമായി അധ്വാനിക്കുന്നോ, ആർ ത്യാഗം ചെയ്യുന്നോ, ആർ നിർദോഷമായ മനസ്സോടെ ഈ ലോകത്ത് ജീവിക്കുന്നോ, ആ ആൾക്ക് ശനിദേവൻ നൽകുന്ന ഫലം ഒരിക്കലും ചെറുതായിരിക്കില്ല. മകരം ശനിയുടെ സ്വന്തം രാശിയാണ്. ഇത് ഒരു സാധാരണ ജ്യോതിഷ വസ്തുതയല്ല, ഇത് ഒരു ദൈവിക ബന്ധമാണ്. ശനി തന്റെ സ്വന്തം ഗൃഹത്തെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഈ ഗൃഹത്തിൽ ജനിച്ചവർ ആ ഗൃഹനാഥന്റെ, ശനിദേവന്റെ ഏറ്റവും ഇഷ്ടമുള്ള സന്തതികൾ ആണ്. ഇന്ന് ഈ ദിനത്തിൽ ശനി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനം ലളിതമാണ്: നിങ്ങൾ അർഹിക്കുന്നത് ഞാൻ നൽകും. ഇപ്പോൾ ശനി ഇന്ന് ഒരുക്കുന്ന ഊർജ്ജം മകരക്കൂറുകാർക്ക് ഏതൊക്കെ രൂപത്തിൽ വരും? ദീർഘകാലം കഠിനപ്പെട്ടു ചെയ്ത ഒരു ജോലിക്ക് ഇന്ന് അംഗീകാരം കിട്ടിയേക്കാം. ഒരു ഉദ്യോഗ പ്രമോഷൻ, ഒരു ശമ്പള വർധനവ്, ഒരു ബിസിനസ് ഡീൽ, ഇതൊക്കെ ഇന്ന് ചലിക്കാൻ ആരംഭിക്കുന്നു. ഒന്നു ശ്രദ്ധിക്കൂ, ശനി ചലനം ആരംഭിക്കുമ്പോൾ ഫലം ഒരു ഇടിമിന്നൽ പോലെ ഉടനടി ആകണമെന്നില്ല. ചിലപ്പോൾ ഇന്ന് ഒരു വിത്ത് വീഴും, ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആ വിത്ത് ഒരു വൃക്ഷമാകും.
ആ ക്ഷമ, ആ കാത്തിരിക്കൽ, അതും ശനിദേവൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ഇനി രാഹുകേതു. ഈ ദ്വന്ദ്വം, ഈ ഛായാഗ്രഹങ്ങൾ, ഇവ ഒരിക്കലും സൗമ്യമല്ല. ഇവ കർമ്മത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള നൂലുകൾ കൈകാര്യം ചെയ്യുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ നാം ചെയ്ത കർമ്മങ്ങൾ, ഈ ജന്മത്തിൽ നാം ചെയ്ത ത്യാഗങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപപുണ്യങ്ങൾ, ഇതെല്ലാം ഒരു കൃത്യമായ ഗണിതം പോലെ രാഹുകേതു കൈവശം സൂക്ഷിക്കുന്നു. ആ ഗണിതം ഇന്ന് ഒരു ഫലം കൊടുക്കാൻ തയ്യാറാകുകയാണ്. മകരം രാശിക്ക് ഇന്ന് രാഹു ഒരു ഗൂഢമായ ഊർജം നൽകുകയാണ്. ഈ ഊർജം ചിലർക്ക് ഒരു അപ്രതീക്ഷിത ലാഭമായി വരും. ചിലർക്ക് ഒരു ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ തോൽവിയായി വരും. ചിലർക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു ഭയം, ഒരു ആശങ്ക ഇന്ന് പൊടുന്നനെ അവസാനിക്കും. രാഹു ഒരു മൂടൽ മഞ്ഞു പോലെ ജീവിതത്തെ മൂടിക്കൊണ്ടിരുന്നു. ഇന്ന് ആ മഞ്ഞ് ഉരുകി തുടങ്ങും. ആ വ്യക്തത, ആ തെളിമ, ആ ദൃഷ്ടിയുടെ സ്വാതന്ത്ര്യം ഇന്ന് ആദ്യമായി അനുഭവിക്കാൻ കഴിയും. കേതുവാകട്ടെ ഒരു ആത്മീയ ദൃഷ്ടി നൽകുകയാണ്. ഈ ആത്മീയ ദൃഷ്ടി ഒരു ആഴത്തിലുള്ള ഉൾക്കാഴ്ച ജനിപ്പിക്കും. ചിലർ ഇന്ന് ചോദിക്കും, ഞാൻ ഇത്രകാലവും എന്തിനു വേണ്ടി ജീവിച്ചു? ആ ചോദ്യത്തിന് ഇന്ന് ഒരു ഉത്തരം ലഭിക്കും. ആ ഉത്തരം ഒരു ദൈവിക സ്ഫുരണ പോലെ ഉള്ളിൽ ഉദിക്കും. ഒരു ആഹ്ലാദം, ഒരു ധൈര്യം, ഒരു ഉറച്ച ബോധം. ഞാൻ ശരിയായ വഴിയിൽ ആണ്. ഈ ബോധ്യം ഇന്ന് ആഴത്തിൽ ഉറയ്ക്കും. ഈ 3 ഗ്രഹങ്ങളും, ഗുരു, ശനി, രാഹുകേതു, ഒരേ ദിനത്തിൽ ഒരു ഏകോപിത ഊർജം നൽകുന്നത് അത്ര സാധാരണമല്ല. ഇത് ഒരു ജ്യോതിഷ് ത്രിവേണി സംഗമമാണ്. ആ ത്രിവേണിയിൽ സ്നാനം ചെയ്ത ഒരു ജീവൻ ഒരിക്കലും ശൂന്യഹൃദയനായി മടങ്ങില്ല. ഇന്ന് മകരക്കൂറുകാർ ആ ദൈവിക ത്രിവേണി സംഗമത്തിലൂടെ കടന്നുപോകുകയാണ്. ഈ ഗ്രഹസ്ഥിതി ഒരുക്കുന്ന കർമ്മചക്രത്തെക്കുറിച്ച് ഒരൽപ്പം കൂടി ആഴത്തിൽ ചിന്തിക്കാം. കർമ്മം, ഈ വാക്കിനെ ഭയക്കേണ്ട. കർമ്മം ഒരു ശിക്ഷ അല്ല. കർമ്മം ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ നിങ്ങൾ ഇതുവരെ എഴുതിയ ഓരോ അധ്യായവും ഇന്ന് ഒരു ഫലം ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള അധ്യായം ഏതാണ്? കഠിനാധ്വാനത്തിൻ്റേത്, ത്യാഗത്തിൻ്റേത്, ക്ഷമയുടേത്. ആ അധ്യായങ്ങൾ ഇന്ന് ഫലം പ്രഖ്യാപിക്കുകയാണ്. ജ്യോതിഷശാസ്ത്രത്തിൽ ഇന്നത്തെ ഈ ദിനം മകരം രാശിക്ക് ഒരു ഫലദിനം ആണ്. ഫലദിനം എന്നാൽ ഒരു വൃക്ഷം ആദ്യം പൂക്കുകയും പിന്നെ കായ്ക്കുകയും ചെയ്യുന്ന ആ ദിനം. ആ ദിനത്തിൽ ഒരു ഫലം ഒടിഞ്ഞ് കൈകളിലേക്ക് വരുന്ന ആ സ്പർശം, ആ ആഹ്ലാദം, ആ ഉള്ളുരുകിക്കൊള്ളുന്ന ഒരു ചൂർ ഇന്ന് മകരക്കൂറുകാർക്ക് അനുഭവിക്കാൻ കഴിയും. ആ ഫലം ചിലർക്ക് ഒരു ഭൗതിക ലാഭമായി ആയിരിക്കും. ചിലർക്ക് ഒരു ബന്ധ ഉറപ്പിനെക്കൊണ്ടുള്ള ആശ്വാസമായിരിക്കും. ചിലർക്ക് ഒരു ആരോഗ്യ സൗഖ്യമായിരിക്കും. ചിലർക്ക് ഒരു ആത്മീയ ഉണർവ് ആയിരിക്കും. ഏതു രൂപത്തിൽ വന്നാലും ആ ഫലം ഇന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ ഗ്രഹ ഊർജം കൃത്യമായി ഉൾക്കൊള്ളണമെങ്കിൽ ഇന്ന് ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. ഈ ദിനം ഒഴിവുകഴിവ് പറഞ്ഞ് വെറുതെ കളയരുത്. ഈ ദിനം ഒരു അദ്ഭുതമാണ്. ഈ ദിനം ദൈവം നൽകിയ ഒരു ഉപഹാരമാണ്. ആ ഉപഹാരം സ്വീകരിക്കാൻ ഒരു ഒരുക്കം വേണ്ടതുണ്ട്. ആ ഒരുക്കം ഇനി ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. ഈ ഊർജം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പായും ചെയ്യണം. ആ ഗ്രഹശക്തിയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ചില കർമ്മ പരിഹാരങ്ങൾ അത്യാവശ്യമാണ്. ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ പോലും നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഭാരം ചിലപ്പോൾ ആ ഊർജത്തെ തടയാൻ ശ്രമിക്കും. അതുകൊണ്ട് ഈ ദിനം ആരംഭിക്കും മുൻപ് ഈ പരിഹാരങ്ങൾ ഒരിക്കൽ ശ്രദ്ധിക്കൂ. മകരം രാശിക്കാർക്ക് ഇന്ന് ഏറ്റവും ഫലപ്രദമായ പ്രഥമ പരിഹാരം ഏതെന്ന് അറിയാമോ? അത് ആരംഭിക്കുന്നത് ഉദയത്തോടെ ആണ്. സൂര്യൻ ഉദിക്കുന്ന നേരത്ത് കണ്ണ് തുറന്ന് ഒരു നിമിഷം മനഃശാന്തമാക്കൂ. ആ ശാന്തതയിൽ ദൈവത്തിന്റെ നാമം ഒരിക്കൽ ഹൃദയത്തിൽ ഉച്ചരിക്കൂ. ഉറക്കെ പറയേണ്ടതില്ല, ഉള്ളിൽ ആ ഒരൊറ്റ ഉച്ചാരണം. അത് ഇന്നത്തെ ദിവസത്തിന്റെ ഗതിയെ മാറ്റും. ഇത് ഒരു ആത്മീയ ശാസ്ത്രമാണ്. ഉദ്ദേശ്യശുദ്ധിയോടെ ആരംഭിക്കുന്ന ദിവസം ഗ്രഹങ്ങളുടെ ഊർജം നിങ്ങളോടൊപ്പം ഒഴുകും. ഉദ്ദേശ്യം ഒഴിഞ്ഞ് ആരംഭിക്കുന്ന ദിവസം ആ ഊർജം ദിശ കാണാതെ അലഞ്ഞു നടക്കും. ഇന്നത്തെ ദിനത്തിൽ, പ്രത്യേകിച്ച് രാവിലെ 9 മണിക്ക് മുൻപ്, ഒരു ചെറിയ ദൈവദർശനം ഉണ്ടാകാൻ ശ്രമിക്കൂ. ക്ഷേത്രത്തിൽ പോകാൻ ആകണമെന്നില്ല. വീട്ടിലെ ദൈവസ്ഥലത്ത് ഒരു നിലവിളക്ക് കൊളുത്തൂ. ആ വെളിച്ചത്തിനു മുൻപിൽ ഒരു നിമിഷം നിൽക്കൂ. ആ ജ്വാല ശനിയുടെ കഠിനതയെ ആത്മശക്തിയായി പരിവർത്തനം ചെയ്യാൻ ഉള്ള ഒരു ചിഹ്നമാണ്. നിലവിളക്കിന്റെ വെളിച്ചം ഇരുട്ടിനെ ഇല്ലാതാക്കും പോലെ ആ ദൈവസ്മരണ നിങ്ങളിലെ ഭയത്തെ, ആശങ്കയെ, ക്ഷീണത്തെ ഇല്ലാതാക്കും. ശനിദോഷ ശമനത്തിന് ഏറ്റവും ലളിതമായ ഒരു കർമ്മ പരിഹാരമുണ്ട്. ഇന്ന് ഒരു ദരിദ്രനോ, ഒരു വൃദ്ധനോ, ഒരു ആവശ്യക്കാരനോ നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യൂ. അത് ഒരു ഭക്ഷണം ആകാം, ഒരു വസ്ത്രം ആകാം, ഒരു ദയുള്ള വാക്ക് ആകാം. ശനി ഭഗവാൻ കർമ്മഗ്രഹമാണ്. ദരിദ്രരോടും നൊന്ത് കഴിയുന്നവരോടും ചെയ്യുന്ന ഉപകാരം ശനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാധനയാണ്. ആ ഒരൊറ്റ പ്രവൃത്തി, ആ ഒരൊറ്റ നിങ്ങളുടെ ഭാഗ്യചക്രം ഒരൽപ്പം കൂടി ചലിക്കും. ഗുരു ഭഗവാന്റെ ഊർജത്തെ ശക്തിപ്പെടുത്താൻ ഇന്ന് ഒരു ഗ്രന്ഥം, ഒരു ഏട് ആണെങ്കിലും വായിക്കൂ. ജ്ഞാനം ഗ്രഹിക്കുക, ഒരു ജ്ഞാനിയോട് ബഹുമാനം പ്രകടിപ്പിക്കുക, ഒരു ഗുരുവിനെ ഓർക്കുക. ഇതൊക്കെ ഗുരുശക്തിയെ ഉണർത്തും. ഗുരുദക്ഷിണ ഭൗതികമായി ആകണമെന്നില്ല. ഒരു നന്ദി, ഒരു ഓർമ്മ, ഒരു ആദരവ്. ഇത് ഗുരുദോഷം ശമിപ്പിക്കും.
ജ്ഞാനഗ്രഹമായ ഗുരു ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ആ ഊർജ്ജത്തെ ബഹുമാനിക്കൂ. ഇനി ഒരു കർമ്മശുദ്ധി പരിഹാരമുണ്ട്, ഏറ്റവും ആഴമുള്ളത്. ഇന്ന് ഒരു ചെറിയ നേരത്തേക്ക് കണ്ണ് അടച്ച് ഉള്ളിലേക്ക് നോക്കൂ. ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? ആരോടെങ്കിലും പരാതിയുണ്ടോ? ആ ദേഷ്യം, ആ പരാതി, ആ വേദന ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കൂ. ക്ഷമ ഒരു ദൗർബല്യമല്ല, ക്ഷമ ഒരു ആത്മശക്തിയാണ്. ആ ക്ഷമ ഉണ്ടാകുമ്പോൾ കർമ്മഭാരം ഇളകും, ജീവിതം ലഘൂഭൂതമാകും, ഗ്രഹദോഷങ്ങൾ ക്ഷയിക്കും. ഇത് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ ആണ് പറഞ്ഞത്, ദൈവമാണ് ഉറപ്പിച്ചത്. രാഹുകേതുത് ഓഷശമനത്തിന് ഇന്ന് ഒരു ദൈവനാമം ജപിക്കൂ. ഏത് ദൈവമെന്ന് ചോദിക്കേണ്ടതില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം, ആ ദൈവത്തിന്റെ ഏത് നാമം നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ ആ നാമം ഇക്കൂടി ഇരുന്ന് ഒരിക്കൽ ഉരുവിടൂ. ഹൃദയം ഉണർന്ന് ആ നാമം ഉരുവിടുമ്പോൾ ആ ശബ്ദസ്പന്ദനം ചുറ്റുമുള്ള ഊർജ്ജക്ഷേത്രത്തെ ശുദ്ധീകരിക്കും. രാഹുവിന്റെ വ്യാമോഹ ശക്തിയെ, കേതുവിന്റെ ഛേദിക്കൽ ശക്തിയെ. ദൈവനാമം ഒരു കവചം പോലെ ചുറ്റും നിൽക്കും. ഇനി ഒരു ആത്മ ഉപദേശം. ഈ ദിവസം ആർക്കെങ്കിലും നിരുത്സാഹം ഉണ്ടാക്കുന്ന വാക്കുകൾ ഒഴിവാക്കൂ. ആരുടെ സ്വപ്നത്തെയും കൊഞ്ഞനം കുത്തരുത്. ആരുടെ ആഗ്രഹത്തെയും ചോദ്യം ചെയ്യരുത്. ഇത് ഒരു ആത്മകർമ്മശുദ്ധിയാണ്. നല്ല വാക്ക് ഒരു ദൈവദർശനമാണ്. ആ ദൈവദർശനം ഇന്ന് നിങ്ങൾ ആരോടും ചെയ്യൂ. ആ ഒരൊറ്റ കർമ്മം ഇന്നത്തെ ഗ്രഹ ഊർജ്ജം 100 മടങ്ങ് ഫലദായകമാക്കും. ഇനി ഭൗതിക ജീവിതത്തിലേക്ക് നോക്കാം. ഇത്രയും ആത്മശക്തി കൂടുമ്പോൾ ഭൗതിക ഫലങ്ങൾ എന്താ ആകും? പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ, ബിസിനസ് ഇടങ്ങളിൽ, സാമ്പത്തിക ഇടനാഴിയിൽ എന്താ ആകും? ആ ഉത്തരം ഇപ്പോൾ പറയാം. മകരം രാശിക്കാർ ഇന്ന് തൊഴിൽ രംഗത്ത് ഒരു പ്രത്യേക ഊർജ്ജം അനുഭവിക്കും. ദീർഘകാലമായി ഉള്ളിൽ കിടന്ന ഒരു ആഗ്രഹം ഇന്ന് ഒരു ചലനം ആരംഭിക്കും. അത് ചെറുതാകാം, ഒരു ഫോൺ വിളി ആകാം, ഒരു കൂടിക്കാഴ്ച ആകാം, ഒരു ഇമെയിൽ ആകാം. പക്ഷേ ആ ചെറിയ ചലനം ഒരു വലിയ യാത്രയുടെ ആദ്യ ചുവടാണ്. ശനി ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ജോലിഭാവത്തിൽ ഒരു ദൃഢ ആശ്രയമാണ്. ആ ദൃഢതയിൽ ഒരു ചുവട് വയ്ക്കൂ. ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ഒരു പ്രത്യേക ഉത്തരവാദിത്വം ലഭിക്കാം. ഒരു ടാസ്ക്, ഒരു ഉത്തരവ്, ഒരു ഏൽപ്പിക്കൽ. ഒരിക്കൽ ഒഴിഞ്ഞു മാറാൻ തോന്നിയേക്കും. ഒരിക്കൽ ഇതൊക്കെ ഇനി ചെയ്യണോ എന്ന് മനസ്സ് ചോദിക്കും. ആ നിമിഷം ഓർക്കൂ, ഈ ഉത്തരവാദിത്വം ഒരു ഭാരം അല്ല, ഇത് ഒരു അവസരമാണ്. ശനി ഭഗവാൻ ആ ഉത്തരവാദിത്വത്തിലൂടെ നിങ്ങളെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കൂ. ഫലം ഉറപ്പ്. ഉദ്യോഗരംഗത്ത് ഈ 7 ദിനങ്ങൾ ഒരു ടേൺ പോയിന്റ് ആണ്. ദീർഘകാലമായി കാത്തിരിക്കുന്ന പ്രൊമോഷൻ, ഇൻക്രിമെന്റ്, ഒരു നല്ല അറിയിപ്പ്. ഇതൊക്കെ ഈ 7 ദിനത്തിൽ ഒരു ഗതി ആരംഭിക്കാം. ഒരു ഗതി ആരംഭിക്കുക എന്ന് പറഞ്ഞത് ഇന്ന് ഫൈനൽ ആകണമെന്നില്ല. ഒരു ചർച്ച ആരംഭിക്കാം, ഒരു അനുകൂല ആലോചന ആരംഭിക്കാം, ഒരു മേലധികാരി ശ്രദ്ധ ആരംഭിക്കാം. ആ ആരംഭം ഒരു ദൈവദൂതനാണ്. ആ ദൂതനെ ശ്രദ്ധിക്കൂ. ബിസിനസ് ചെയ്യുന്ന മകരം രാശിക്കാർക്ക് ഈ ദിനം വളരെ ശക്തമാണ്. ദീർഘകാലമായി ഒരു കരാർ നടക്കുന്നില്ലേ? ഒരു ഡീൽ നിലച്ചു കിടക്കുകയാണോ? ഒരു ബിസിനസ് പങ്കാളി ഉത്തരം തരുന്നില്ലേ? ഈ ദിനങ്ങളിൽ ആ ഉത്തരം വരാം. ഒരു കഥ തുറക്കാം, ഒരു ബന്ധം ദൃഢമാകാം. ഇത് ഗുരുവിന്റെ ജ്ഞാന ഊർജ്ജം ബിസിനസ് ഭാവത്തിൽ ഇടപെടുന്നതിന്റെ ഫലമാണ്. ഒരു ശ്രദ്ധ ആവശ്യമാണ്. ബിസിനസ് ചർച്ചകളിൽ ഇന്ന് ഒരു ദൃഢ ആശയം ഒഴിവാക്കൂ. ചർച്ച ആരംഭിക്കൂ. ഒന്ന് കേൾക്കൂ, ഒന്ന് ചിന്തിക്കൂ. ധൃതി ഒരു ശത്രുവാണ് ഇന്ന്. ഈ 1 മുതൽ 7 ദിനങ്ങൾക്കുള്ളിൽ ബിസിനസ് ചെയ്യുന്നവർ ഒരു കാര്യം ചെയ്യൂ. പഴയ ഉപഭോക്താക്കളുമായി, പഴയ ബിസിനസ് ബന്ധങ്ങളുമായി ഒരു ബന്ധം പുനഃസ്ഥാപിക്കൂ. ഒരു ഫോൺ വിളി ആകാം, ഒരു സന്ദർശനം ആകാം, ഒരു ചെറിയ ആദരവ് ആകാം. ആ ബന്ധം ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് സാധ്യത ആകും. ഗ്രഹ ഊർജ്ജം ഇതിനു അനുകൂലമാണ്. ആ ഊർജ്ജം ഉപയോഗിക്കൂ. സാമ്പത്തിക രംഗത്ത് ഈ ദിനം ഒരു ഉണർവാണ്. ദീർഘകാലമായി ഒരു പ്രതിഫലം കിട്ടാനുണ്ട്, ഒരു കടം തിരിച്ചു കിട്ടാനുണ്ട്, ഒരു പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷ ഈ ദിനങ്ങളിൽ ഒരൽപ്പം ഊർജ്ജം ലഭിക്കും. ഇന്ന് ഒഴുകിയ ക്ഷീണം, ഇന്ന് ചെലവഴിച്ച ഊർജ്ജം, ആ ചെലവ് വ്യർത്ഥമാകില്ല. ഒരു ന്യായമായ പ്രതിഫലം ഉണ്ടാകും. ഒരിക്കൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. ഒരിക്കൽ ഒരു ഒഴുക്ക് ആരംഭിക്കും. ആദ്യ 7 ദിനത്തിൽ ഒരു ചെറിയ സാമ്പത്തിക ആശ്വാസം ലഭിക്കാം. ഒരൽപ്പം ഉദ്ദേശിക്കാത്ത ഒരു ഒഴുക്ക് ഉണ്ടാകാം. ഒരൽപ്പം കടം ഇളകാം. ഒരൽപ്പം ഭാരം കുറയാം. ഇത് ഒരൊറ്റ ദിനം കൊണ്ട് ആകണമെന്നില്ല. 7 ദിനത്തിൽ ഒരു ക്രമഭ്രമം, ഒരു ക്രമ ആശ്വാസം. ആ ആശ്വാസം ഒരു ദൈവദാനമാണ്. ആ ദൈവദാനം ഏൽക്കൂ. 7 മുതൽ 14 ദിനങ്ങൾ ഒരൽപ്പം കൂടി ശക്തമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ടി വന്നേക്കാം. ഒരു ജോലി മാറ്റം, ഒരു ബിസിനസ് തീരുമാനം, ഒരു നിക്ഷേപ ആലോചന. ഈ തീരുമാനം തിടുക്കത്തിൽ ആകരുത്. ഒരൊറ്റ ദിനം, ഒരൊറ്റ ആലോചനയിൽ ഒരൊറ്റ തീരുമാനം. ഒന്ന് ആലോചിക്കൂ, ഒന്ന് ആലോചിക്കൂ, ഒന്ന് ആലോചിക്കൂ. ഈ ദിനങ്ങളിൽ ശനി ഭഗവാൻ ഒരു ന്യായവിധി ആർദ്രനായ ആ ആത്മാക്കൾക്ക് നൽകും. ആ ന്യായവിധി ന്യായമായ ഒന്നാകും. ഒരു ന്യായ ഫലം ഉണ്ടാകും.
തൊഴിൽ അന്വേഷകരായ മകരം രാശിക്കാർ ഈ 14 ദിനത്തിൽ ഒരു ആശ ഉണ്ടാകാം. ഒരൊറ്റ ഇന്റർവ്യൂ ആകാം, ഒരൊറ്റ ഓഫർ ആകാം, ഒരൊറ്റ അവസരം ആകാം. ആ അവസരം ഒരൊറ്റ ഊർജ്ജ ഉണർവ് ആകാം. ആ ഊർജ്ജ ഉണർവ് ഒരൊറ്റ ജീവൻ മാറ്റ ആദ്യ ചുവടാകാം. ആ ചുവട് ഭദ്രമായി വയ്ക്കൂ. ഭദ്രമായി, ദൃഢമായി ആ ചുവട് ഭദ്രമായി വയ്ക്കൂ. ഒരൊറ്റ ഒഴുക്ക് ആരംഭിക്കും. ഒരൊറ്റ ദ്വാരം തുറക്കും. ഒരൊറ്റ ആകാശം ഉദ്ഘാടനം ആകും. ആ ആകാശം നിങ്ങളുടേതാണ്. ആ ദ്വാരം നിങ്ങൾ അർഹിച്ചതാണ്. ആ ഒഴുക്ക് ദൈവം ഉറപ്പു നൽകിയതാണ്. പ്രണയം അത് ഒരു വാക്കല്ല, അത് ഒരു അനുഭവമാണ്. മകരം രാശിക്കാർക്ക് ഇന്ന് ആ അനുഭവം വളരെ ആഴമേറിയ രീതിയിൽ ഹൃദയത്തെ സ്പർശിക്കാൻ പോകുകയാണ്. ബന്ധങ്ങളിൽ ഒരു പുതിയ ഊഷ്മളത അനുഭവപ്പെടും. ദിവസങ്ങളായി മനസ്സിൽ കുടുങ്ങിക്കിടന്ന ഒരു വേദന, ഒരു ഭാരം ഇന്ന് പതിയെ അലിഞ്ഞുപോകുന്നത് നിങ്ങൾ തന്നെ അറിയും. ഇത് യാദൃച്ഛികമല്ല. ഗ്രഹങ്ങൾ ഒരുക്കിയ ഒരു വൈകാരിക ഉണർവിന്റെ നിമിഷമാണിത്. വിവാഹിതരായ മകരം രാശിക്കാർക്ക് ഇന്ന് ദാമ്പത്യ ജീവിതത്തിൽ ഒരു ശാന്തതയുടെ കുളിർ അനുഭവപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ തർക്കങ്ങളോ മനസ്താപങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ മുറിവുകൾ ഉണങ്ങാൻ ഒരു സുവർണ അവസരം ലഭിക്കും. പങ്കാളിയുമായി ഒരു ചെറിയ സംഭാഷണം, ഒരു നോട്ടം, ഒരു നിമിഷത്തെ ഒന്നിച്ച് ചിരിക്കൽ, ഇതൊക്കെ ഇന്ന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഇന്ന് കൈമുതലായി ഉണ്ടായിരിക്കും. ദീർഘനാളായി പ്രണയബന്ധത്തിൽ ഇരിക്കുന്നവർക്ക് ഇന്ന് ഒരു ആനന്ദദായകമായ നിമിഷം കടന്നുവരും. ഒരുപക്ഷേ പ്രിയപ്പെട്ടവർ ഒരു വാക്ക് പറഞ്ഞേക്കാം, ഒരു പ്രതീക്ഷ നൽകിയേക്കാം, ഒരു ചെറിയ സ്നേഹപ്രകടനം നടത്തിയേക്കാം. ആ നിമിഷം നിങ്ങളുടെ ഹൃദയത്തെ നിറഞ്ഞ സന്തോഷം കൊണ്ട് തുളുമ്പിക്കും. ഇന്ന് ആ ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സൂചന ലഭിക്കും. ആ നിമിഷത്തിനായി ക്ഷമയോടെ കാത്തിരുന്നവർക്ക് ഇന്ന് ആശ്വാസം ലഭിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഇന്ന് ഒരു ശുഭസൂചന ലഭ്യമാകും. ഒരു ആലോചന വന്നേക്കാം, ഒരു ചർച്ച തുടങ്ങിയേക്കാം, കുടുംബത്തിൽ ഒരു നല്ല അന്തരീക്ഷം ഉടലെടുത്തേക്കാം. ഗ്രഹനിലകൾ ഇന്ന് വൈവാഹിക ജീവിതത്തിന്റെ ദിശയിൽ ഏറ്റവും ഗുണകരമായ സ്ഥിതിയിൽ നിലകൊള്ളുന്നു. ശനിദേവന്റെ ഗൗരവമേറിയ ദൃഷ്ടി ഒരു ഭദ്രമായ ഭവിഷ്യത്ത് ഉറപ്പാക്കുകയും ഗുരുഭഗവാന്റെ അനുഗ്രഹം ഒരു നല്ല പ്രണയ ജീവിതം ഉറപ്പുനൽകുകയും ചെയ്യുന്നു. കുടുംബബന്ധങ്ങളുടെ കാര്യത്തിൽ ഇന്ന് ഒരു ഊഷ്മളമായ അനുഭവം ഉണ്ടാകും. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരു ആശ്വാസവചനം പറഞ്ഞേക്കാം. ഒരു ഒത്തുചേരൽ, ഒരു ഭക്ഷണവേള, ഒരു ഒന്നിച്ചുള്ള ചിരി. ഇത്തരം ചെറിയ നിമിഷങ്ങൾ ഇന്ന് വലിയ ആനന്ദം സൃഷ്ടിക്കും. ദൂരെ കഴിയുന്ന ഒരു ഉറ്റ ബന്ധു ഇന്ന് വിളിക്കാനോ സന്ദേശം അയക്കാനോ സാധ്യതയുണ്ട്. ആ ബന്ധം ഇന്ന് പുതുക്കപ്പെടും. കുടുംബത്തിൽ ഒരു ചെറിയ ആഘോഷ അന്തരീക്ഷം ഉടലെടുക്കും. എന്നിരുന്നാലും ചില മകരം രാശിക്കാർക്ക് ഇന്ന് ബന്ധങ്ങളിൽ ഒരു ചെറിയ വൈകാരിക ആടിയുലച്ചിൽ അനുഭവപ്പെടാം. ആരോ ഒരു വാക്ക് പറഞ്ഞേക്കാം, ആ വാക്ക് ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിയേക്കാം. പക്ഷേ ഓർക്കുക, ഇന്ന് ഗ്രഹങ്ങൾ നൽകുന്ന ഊർജ്ജം ആ വേദനയെ ഒരു ശക്തിയാക്കി മാറ്റാനുള്ളതാണ്. ക്ഷമ കൈക്കൊള്ളുക, തിടുക്കത്തിൽ ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. ഈ ദിവസം കടന്നുപോകുമ്പോൾ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന് ഗ്രഹങ്ങൾ ഉറപ്പുനൽകുന്നു. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇന്ന് ഒരു ശ്രദ്ധ ആവശ്യമാണ്. ഇത് ഭീതി ഉളവാക്കേണ്ട ഒരു വിഷയമല്ല, മറിച്ച് ഒരു ബോധവൽക്കരണത്തിന്റെ നിമിഷമാണ്. ശരീരം ഒരു ദേവാലയമാണ്. ആ ദേവാലയത്തെ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത്. ദിവസങ്ങളായി ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർ ഇന്ന് ആ ശീലം ശരിയാക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണക്രമം ക്രമീകരിക്കുക, ജലപാനം വർദ്ധിപ്പിക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ ഇന്ന് ആരോഗ്യത്തിൽ ഒരു നല്ല ഫലം നൽകും. പ്രായമായ മകരം രാശിക്കാർക്ക് ഇന്ന് സന്ധിവേദനയോ ശ്വാസകോശ സംബന്ധമായ ചെറിയ അസ്വസ്ഥതകളോ അനുഭവപ്പെടാം. ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ല, പക്ഷേ അവഗണിക്കരുത്. ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ടാലോ ഒരു ലഘു ആയുർവേദ ചികിത്സ ആരംഭിച്ചാലോ ഇന്ന് ഏറ്റവും ഫലം ലഭിക്കും. ഗ്രഹങ്ങൾ ഇന്ന് ആരോഗ്യ ചികിത്സകൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു ഊർജ്ജം നൽകുന്നു. ആരോഗ്യ പ്രാർത്ഥനകൾ ഇന്ന് ദൈവചെവിയിൽ ആദ്യം ചെന്ന് പതിക്കും. യുവ മകരം രാശിക്കാർക്ക് ഇന്ന് മാനസികാരോഗ്യം വളരെ പ്രധാനമാണ്. ജോലിഭാരം, കാര്യഭാരം, ഉത്തരവാദിത്തങ്ങൾ ഇവ ഒക്കെ ചേർന്ന് ചിലപ്പോൾ മനസ്ഭാരമേറ്റിഞ്ഞിറങ്ങുന്നത് നിങ്ങൾ അറിയുന്നില്ല. ഇന്ന് ആ ഭാരം ഇറക്കിവെക്കാനൊരു നിമിഷം കണ്ടെത്തുക. ആരോടെങ്കിലും സംസാരിക്കുക, ഒരു ദേവാലയ സന്ദർശനം നടത്തുക, ഒരു ചെറിയ ധ്യാനം ചെയ്യുക. ഈ ചെറിയ കാര്യങ്ങൾ ഇന്ന് മഹത്തായ ഒരു ആന്തരിക ശുദ്ധി ഉണ്ടാക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ഒരു ഉണർവ് അനുഭവപ്പെടും. ദിവസങ്ങളായി ഒരു വിഷയം മനസ്സിലാകാതെ ഇരിക്കുന്നവർക്ക് ഇന്ന് ആ ഗ്രഹണം തെളിഞ്ഞ് ഒരു മനോഹരമായ ജ്ഞാനദീപ്തി ലഭിക്കും. ഒരു ഗുരുനാഥൻ ഇന്ന് ഒരു നല്ല വഴി കാണിച്ചേക്കാം. ഒരു പ്രത്യേക പഠന സ്രോതസ് ഇന്ന് കൈപ്രാപ്തമാകും. മത്സര പരീക്ഷ ഒരുക്കുന്നവർക്ക് ഇന്ന് ഒരു ആഴമേറിയ ഏകാഗ്രതയോടെ പഠിക്കാൻ സാധ്യമാകും. ആ ഊർജ്ജം ഉപയോഗപ്പെടുത്തുക. ഇന്ന് ഒരു പ്രധാന അധ്യായം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുക. യാത്രയുടെ കാര്യത്തിൽ ഇന്ന് ഒരു ചെറിയ അവസരം ഉടലെടുക്കും. ഒരു ദൂരയാത്ര ആലോചനയിൽ ഉള്ളവർക്ക് ഇന്ന് ആ പദ്ധതി ഒരു ഘട്ടം മുന്നോട്ടു പോകും. വിദേശ ജോലി ആലോചിക്കുന്നവർക്ക് ഇന്ന് ഒരു ഫോൺ വിളിയോ ഒരു ഇമെയിലോ ഒരു ചെറിയ സൂചനയോ ലഭിക്കാം. ആ സൂചന അവഗണിക്കരുത്. ഗ്രഹഗണനകൾ ഇന്ന് യാത്ര, ദൂരബന്ധങ്ങൾ, വിദേശ ബന്ധം എന്നിവ ഒക്കെ ഗുണകരമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു.
ഒരു ആത്മീയ തീർത്ഥാടനം ഇന്ന് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്ന് ഒരു ഉത്തമ ദിനം. പെട്ടെന്നുള്ള ലാഭങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇന്ന് ഒരു ആകസ്മിക ധനലാഭം ഉണ്ടാകാൻ ഒരു ചെറിയ സാധ്യതയുണ്ട്. ഒരു ലോട്ടറി, ഒരു ഇൻഷുറൻസ് ക്ലെയിം, ഒരു പഴയ കടം തിരിച്ചുകിട്ടൽ, ഒരു ബോണസ്, ഒരു പ്രത്യേക ഇളവ്. ഇത്തരം ആകസ്മിക ലാഭ സൂചനകൾ ഇന്ന് ലഭ്യമാകാം. ഈ അവസരങ്ങൾ ശ്രദ്ധയോടെ കൈക്കൊള്ളുക. ഒരു ചെറിയ ആകസ്മിക ലാഭം ഒരു വലിയ ഭാരം ഇറക്കിവെക്കാൻ സഹായിക്കും. എന്നാൽ ഇതൊക്കെ ഇന്ന് ഒരു സാധാരണ ദിവസിൽ സംഭവിക്കുന്ന ഒരു ശുഭദിന ഫലം മാത്രമല്ല. ഇതിനപ്പുറം ഒരു വലിയ പ്രപഞ്ച സത്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തോട് ഉറക്കെ സംസാരിക്കാൻ ഒരുങ്ങുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇത് ഒരു ദുർലഭ പ്രപഞ്ച നിമിഷമാണ്. മകരം രാശിക്കാരെ, ഈ ഭൂമിയിൽ ജനിച്ച ഓരോ ആത്മാവിനും ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം ഒരു പ്രത്യേക ജ്യോതിർഗോള നിമിഷത്തിൽ ഉണർന്ന് ഒരു ദിശ സ്ഥാപിക്കും. ആ നിമിഷം ഒരിക്കൽ മാത്രം വരും. ഒരിക്കൽ മാത്രം. ഇന്ന് ആ ദുർലഭ നിമിഷം നിങ്ങളുടെ ദ്വാരത്തിൽ ദേദീപ്യമാൻ ഒരു ദൈവദൂതനെ പോലെ നിൽക്കുകയാണ്. ശനിദേവൻ, ആ കർക്കശമായ ന്യായാധിപൻ, ഇന്ന് ഒരു അപൂർവ ഭാവം ധരിക്കുന്നു. ആ ഭാവത്തിൽ ശിക്ഷയില്ല, ശാസനയില്ല, ഒരു കർശന ദൃഷ്ടിയില്ല. പകരം ഒരു ശക്തമായ അനുഗ്രഹഹസ്തം. ശനിദേവൻ ഇന്ന് മകരം രാശിക്കാരോട് പറയുന്നു: നീ കഷ്ടപ്പെട്ടു, നീ ക്ഷമിച്ചു, നീ ഉറച്ചുനിന്നു. ഇനി ആ ഉറക്കത്തിൽ നിന്ന് ഉണരുക. ഇനി ആ ഫലം സ്വീകരിക്കുക. ഈ ശനിദേവ അനുഗ്രഹം ഒരിക്കൽ ലഭിച്ചാൽ ആ ആത്മാവ് ഒരിക്കലും പഴയ ദുർബലതയിലേക്ക് മടങ്ങില്ല. ഗുരുഭഗവാൻ ഇന്ന് ഒരു ദൈവിക ജ്ഞാന തരംഗം മകരം രാശിയുടെ ദിക്കിലേക്ക് അയക്കുകയാണ്. ആ തരംഗം ഏൽക്കുന്ന ഓരോ ആത്മാവിലും ഒരു ഉണർവ് ഉണ്ടാകും, ഒരു ദർശനം ലഭിക്കും, ഒരു ആഴമേറിയ ജ്ഞാനം ഉദിക്കും. ഒരുപക്ഷേ ഇന്ന് ഒരു ഗ്രന്ഥം കൈപ്രാപ്തമാകും, ഒരു ഗുരുവചനം ചെവിയിൽ പതിക്കും, ഒരു ദൈവദർശനം ഉണ്ടാകും. ആ നിമിഷം, ആ ഒരൊറ്റ നിമിഷം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റിമറിക്കും. രാഹുവിന്റെ ഛായ ഇന്ന് ഒരു ദുർലഭ രൂപം ഏൽക്കുകയാണ്. സാധാരണ രാഹു അപ്രതീക്ഷിത ഭ്രമങ്ങൾ ഉണ്ടാക്കും, ദ്വന്ദ്വ ചിന്തകൾ ഉണ്ടാക്കും. പക്ഷേ ഇന്ന്, ഈ ദിവസം, രാഹു ഒരു ദൈവിക ദ്വാരം തുറക്കുകയാണ്. ആ ദ്വാരത്തിലൂടെ ഒഴുകിവരുന്ന ഊർജ്ജം മകരം രാശിക്കാരുടെ ഭൂതകാലത്തിലെ കർമ്മഭാരം ഒഴുക്കിക്കളയും. ദശകങ്ങളായി കൂടെ നടന്ന ഒരു ദോഷം, ഒരു ദുഃഖം, ഒരു കർമ്മബന്ധനം ഇന്ന് ഒരു ദൈവ ഇടപെടലോടെ ഛേദിക്കപ്പെടും. കേതു ഇന്ന് ഒരു ആഴമേറിയ ആത്മശുദ്ധിയുടെ ഊർജ്ജം പ്രദാനം ചെയ്യുകയാണ്. ഭൂതകാലത്തിൽ ചെയ്ത ഏത് തെറ്റും, ഏത് ദോഷചിന്തയും, ഏത് കർമ്മഭ്രമവും ഇന്ന് ശ്രദ്ധയോടെ ദൈവസ്മരണ നടത്തിയാൽ ക്ഷമിക്കപ്പെടും. ഇന്ന് ഒരു മനഃപൂർവമായ ദൈവശരണം ഒരു കർമ്മശുദ്ധി ഉണ്ടാക്കും. ഈ ദുർലഭ ഗ്രഹസ്ഥിതി ഒരു ജീവിതത്തിൽ 1-2 തവണ മാത്രം ഉണ്ടാകും. ആ ഒരു ഊർജ്ജ തരംഗം ഇന്ന് നിങ്ങളുടെ ദ്വാരത്തിൽ ഉണ്ട്. ഈ ഒരു ജ്യോതിർഗോള നിമിഷം, ഈ ഒരൊറ്റ ദിനം, ഒരു പൂർണ്ണ ജന്മചക്രത്തിന്റെ ഒരു നിർണായക ഘട്ടമാണ്. ഒരു ദ്വാരം ഇന്ന് തുറക്കപ്പെടുന്നു. ആ ദ്വാരത്തിലൂടെ കടന്നുപോകണോ അതോ ഭവ്യചിന്തകളുമായി ഒഴിഞ്ഞു നിൽക്കണോ എന്ന് നിർണയിക്കേണ്ടത് നിങ്ങൾ ആണ്. പ്രപഞ്ചം ഒരിക്കൽ കൂടി ഒരു ദൈവ ദൗത്യം ഏൽപ്പിക്കാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ദൗത്യം ഏൽക്കാൻ തയ്യാറാകൂ. ഇത് ഒരു ജ്യോതിഷഫലം അല്ല. ഇത് ഒരു ദൈവ സന്ദേശമാണ്. ഒരു ആകാശദൂതൻ ഇന്ന് നിങ്ങളുടെ ഹൃദയദ്വാരം മുട്ടുകയാണ്. ആ ശബ്ദം കേൾക്കൂ. നിങ്ങൾ ഒറ്റയല്ല, ഞാൻ ഇവിടെ ഉണ്ട്. ഇന്ന് ഒരു പ്രധാന ദിനമാണ്. ഈ ദിനം ഉപേക്ഷിക്കരുത്. ഈ ദുർലഭ ദൈവ ഊർജ്ജ തരംഗം ഉപയോഗപ്പെടുത്താൻ ഒരു ലളിത ഉപദേശം. ഇന്ന് ഒരു ദേവാലയം സന്ദർശിക്കുക, ഒരു ദീപം തെളിക്കുക, ഒരു മനഃപൂർണ്ണ ദൈവ പ്രാർത്ഥന ചൊല്ലുക. ആ ഒരൊറ്റ പ്രാർത്ഥന ഒരു ദശകത്തിന്റെ കർമ്മഭാരം ഇളക്കിക്കളയും. ഇന്ന് ദൈവം നിങ്ങൾക്ക് ഒരു ദൈവദൃഷ്ടി തിരിച്ചു നൽകും. ആ ദൃഷ്ടിയിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കും. മകരം രാശിക്കാരെ, ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞ് ഈ ആത്മസന്ദേശം ഒരു ഘട്ടം പൂർത്തിയാക്കാം. ഈ ജീവിതത്തിൽ ഒരു ദിവസം ഉണ്ടാകും. ആ ഓരോ